ഇന്ന് വന്നൊരു വാർത്തയാണ്. അതായത് കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിലേക്ക് മംഗലാപുരത്തു നിന്ന് ഒരാളെ മരിച്ചു എന്ന് കൊണ്ടുവരുന്നു. മോർച്ചറിയിലേക്ക് മാറ്റുന്നു. മോർച്ചറിയിൽ വയോധികനാണ്. ജീവന്റെ തുടിപ്പ് കണ്ട അയാളെ ഇപ്പം ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന, നേരത്തെ കേട്ടിട്ടുണ്ട്, അതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ നേരത്തെ സമാധിയാകുമെന്ന് അറിയുന്നു. ഇവർ പറയുന്നത് മരിക്കുകയല്ല, ജീവനകലയായ അമൃതകലയിൽ ജീവനെ ഒളിപ്പിക്കുകയാണ്. എന്താണ് ആ ആധാര ചക്രങ്ങൾ ഒന്നൊന്നായി ഉണർത്തി കുണ്ടലിന് ഉണർന്ന് ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുമ്പോഴേക്കും വലിയ തേജസ്സൊക്കെ ഉണ്ട്. എന്നാൽ വലിയ വെളിച്ചവും തെളിച്ചവും ഒക്കെ ഉണ്ടാകുന്ന മറ്റൊരു പ്രോസസ്സാണ്. വേറൊരു നമുക്ക് പിടികിട്ടാത്ത മറ്റൊരു പാരൽ ലോകമാണ്. ആ പാരൽ ലോകത്ത് നമുക്ക് ഈ ലോകത്തെ നിയമം നിലനിൽക്കുന്നതാണോ ദിനു? 1927-25 ഡിസംബറിലാണ് മഹത് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിക്കുന്നതും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, ഈ രാജ്യത്ത് ഒരു മനുഷ്യന് ഒരു മൂല്യം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ഇവിടെ സനന്ദനനും ദിനുവേലും ഹാഷ്മിയും രാഹുൽ ഈശ്വരും RV ബാബുവും ഇപ്പോൾ സമാധിയായിട്ടുള്ള ശ്രീ ഗോപൻ സ്വാമികൾ അടക്കമുള്ള ആളുകൾക്ക് ഒരേ ഒരു മൂല്യമാണ് ഈ രാജ്യത്തെ നിയമവാഴ്ച അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടന കൽപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദുരൂഹ മരണം നടന്നു കഴിഞ്ഞാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 194 വകുപ്പ് പ്രകാരം റീസണബിൾ ആയിട്ടുള്ള ഒരു സസ്പീഷൻ ഉണ്ടെങ്കിൽ പോലീസ് എൻക്വയറി ചെയ്യണം എന്നുള്ളത് ഈ രാജ്യത്തെ നിയമമാണ്, റൂൾ ഓഫ് ലോ ആണ്, നിയമവാഴ്ചയാണ്. അത് സമാധിക്ക് ബാധ്യമാണ്, കുഴിച്ചിട്ടാൽ ബാധ്യതയുണ്ട്, മെഡിക്കൽ കോളേജിന് ശരീരം വിട്ടു നൽകിയാൽ, കത്തിച്ചാൽ ഒക്കെ തന്നെ വളരെ കൃത്യമായി കൊണ്ട് 194 എന്ന് പറയുന്ന വകുപ്പ് ഈ എല്ലാ വിഭാഗക്കാർക്കും ബാധ്യത ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ആർട്ടിക്കിൾ 13A കൃത്യമായി പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മൗലിക അവകാശത്തിന് ഇൻകൺസിസ്റ്റന്റ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും, ഫണ്ടമെന്റൽ റൈറ്റിന് ഇൻകൺസിസ്റ്റന്റ് അല്ലാത്ത എല്ലാ കസ്റ്റമും എല്ലാ ലോയും കൃത്യമായി ഇവിടെ നിലനിൽക്കില്ലെന്ന്, വോയിഡ് ആയിരിക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇതൊരു ആചാരത്തിന്റെ പ്രശ്നവും ആചാര ലംഘനത്തിന്റെ പ്രശ്നമാക്കാനാണ് ഇവിടുത്തെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നത്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഒരു മനുഷ്യൻ അദ്ദേഹം സമാധിയാകുന്നു എന്ന് പറയുന്നു, പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ കുഴിച്ചിട്ടത് അല്ലെങ്കിൽ സമാധി ഇരുത്തിയത് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായി എന്ത് മെഡിക്കൽ തെളിവാണ് ഉള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ശ്രീ ഗോപാൽ സ്വാമികൾ ശാസ്ത്രത്തെ വിശ്വസിച്ച ആളാണ്. അദ്ദേഹം കൃത്യമായി മരുന്ന് കഴിച്ചൊരു വ്യക്തിയാണ്. ശാസ്ത്രീയ ബോധമുണ്ടായിരുന്ന ശ്രീ ഗോപാൽ സ്വാമിക്ക് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ വാദിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഗോപൻ സ്വാമിക്ക് കൂടിയാണ് നമ്മൾ വാദിക്കുന്നത്. ശാസ്ത്രീയ ജ്ഞാനമുണ്ടായിരുന്ന ശ്രീ ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്നുള്ളത് തീർച്ചയാക്കുന്നതിനായിട്ടുള്ള എന്ത് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നിട്ടുള്ളതെന്നാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ദൃശ്യം സിനിമ കണ്ടുകൊണ്ട്, ധൂം സിനിമ കണ്ടുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, നാളെ ശ്രീ RV ബാബുവിനെ ആരെങ്കിലും പിടിച്ച് സമാധി ഇരുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പരാതി കൊടുക്കുന്ന ഒന്നാമത്തെ ആൾ ഞാൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ ശത്രുക്കളുണ്ട്. എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഇത് ചെയ്തുകൂടാ? ശ്രീ രാഹുൽ ഈശ്വറിന്റെ ആത്മാവ് ശരീരം വിട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട്, സമാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വറിനെ നാളെ സ്ലാബ് ഇട്ട് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പരാതി കൊടുക്കുന്ന ഒന്നാമത്തെ ആൾ ഞാൻ തന്നെയായിരിക്കും. കാരണം മരണപ്പെട്ടതിന് ശേഷമാണോ അവരെ കോൺക്രീറ്റ് സ്ലാബിൽ അടക്കിയത് എന്നതിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം സംസാരിക്കുന്നത് സ്വാമിക്ക് കൂടി വേണ്ടിയിട്ടാണ്. കോൺക്രീറ്റ് അല്ല, അതെ, നമ്മൾ സംസാരിക്കുന്നത് അതെ മനസ്സിലായി. നമ്മൾ സംസാരിക്കുന്നത് ശ്രീ ഗോപൻ സ്വാമിക്ക് കൂടെ വേണ്ടിയിട്ടാണ്. കാരണം പരമാനന്ദ് കത്താര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്ത് 1989 തന്നെ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഡിഗ്നിറ്റി, ഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല ബാധകമായിട്ടുള്ളത്, മരണപ്പെട്ട ഒരാൾക്കും ബാധകമായിട്ടുണ്ടെന്ന്. അപ്പം ഈ വിഷയത്തിനകത്ത് നാട്ടുകാരടക്കമുള്ള ആളുകൾ ഏതെങ്കിലും രീതിയിൽ പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ, ദുരൂഹത ആരോപിക്കുന്നുണ്ടെങ്കിൽ, ഈ മരണപ്പെട്ട വ്യക്തിക്ക് കൂടി നീതി കിട്ടുക എന്നുള്ള കാര്യമാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കണം എന്നുള്ള കാര്യത്തിൻ്റെ അത്യന്തികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. നോക്കൂ, നന്ദൻകോട് ആസ്ട്രൽ പ്രൊജക്ഷന്റെ പേരിൽ സിസ്റ്റേഴ്സിനെ, പാരൻസിനെ, റിലേറ്റീവ്സിനെ 2017 ഒരാൾ കൊല ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്പിരിറ്റ് ശരീരം വിട്ടങ്ങ് പോയി എന്നാണ് പറയുന്നത്. എന്നാൽ അത് ആസ്ട്രൽ പ്രൊജക്ഷൻ കാണാൻ ചില ആളുകൾ ഉണ്ടായിരുന്നെന്നും അത് കാരണം അദ്ദേഹം മറ്റ് മരണപ്പെട്ട ആളുകളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും നിയമവാഴ്ചയ്ക്ക് ഇവർ ബാധ്യതയില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ
എന്ത് കാര്യമാണ് നാട്ടിൽ നടത്താൻ വേണ്ടി പോകുന്നത്? നാടെങ്ങും വിദ്വേഷമുള്ള മനുഷ്യർക്ക് നേരെ സമാധികൾ ഒരുക്കിക്കൊണ്ട് സമാധിയാക്കില്ലേ, ഏതെങ്കിലും കല്ലുകളും പീഠങ്ങളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അരികവൽക്കരിക്കപ്പെടുന്ന സമുദായത്തിനെതിരെ ഇവിടെ വിദ്വേഷം ചീറ്റുന്നതാണ്. മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നങ്ങൾക്ക് പിറകിലെന്നും മുസ്ലിങ്ങൾ ക്ഷേത്രം തകർക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും അപരവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ വീണ്ടും അപരവൽക്കരിക്കുകയാണ്. നോക്കൂ, ഞാൻ അടങ്ങുന്ന സമുദായങ്ങൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, കണക്ക സമുദായത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മരണ വീട്ടിൽ ഞങ്ങൾ പാടുന്ന പാട്ടിനകത്ത് ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഔലിയാക്കൾ എന്ന് പറയുന്നു, കൊണ്ടോട്ടി തങ്ങൾമാരെ കുറിച്ച് പറയുന്നു, മമ്പ്രം തങ്ങളെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. ഈ ദൈവങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അടങ്ങുന്ന ഇവിടുത്തെ കീഴാള സമൂഹങ്ങൾ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലും. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മരണാനന്തര ഇടത്ത് മുസ്ലിം സമുദായത്തിനെതിരെ ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നവർക്കെതിരെ കേരള സർക്കാർ കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ വേണ്ടി യാതൊന്നും മടിക്കേണ്ടതില്ല. കലാപാഹ്വാനത്തിന് ഞാൻ പറയുന്നത് അവർ പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും രക്ഷപ്പെടാനുള്ള ഒരു ഉപായം കാണുന്നതിനപ്പുറം അതിനെ സീരിയസ് ആയി കാണേണ്ടതുണ്ടോ ദിനു? യഥാർത്ഥത്തിൽ നോക്കൂ, അത്തരം ഉപായങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായി ഇവർക്കെതിരെ ഉണ്ടാകേണ്ട നിയമ നടപടികൾ ഉണ്ടാവണം. ഇനി നമുക്ക് സമാധി ആയതിൽ വെച്ച് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ഗുരു സ്റ്റേഷൻ ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1925 കേരള കൗമുദിയിൽ CV കുഞ്ഞിരാമനുമായുള്ള സംവാദത്തിൽ ഗുരുദേവൻ പറയുന്നത് മതങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ത്രാജ്യഗാഹ്യ വിവേചനം വേണമെന്നാണ് പറയുന്നത്, ക്രിറ്റിക്കൽ തിങ്കിങ് വേണമെന്നാണ് പറയുന്നത്, വിവേക ബുദ്ധി വേണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ശ്രീ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ ശ്വാസം മുട്ടിയാണ് മരിച്ചതെങ്കിൽ ആ മനുഷ്യന് കൊടുക്കേണ്ട നീതിയാണ് അവിടെ നിന്നുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിന് കൂടി കൊടുക്കേണ്ട നീതി ആണ് എന്നാണ് ഇതിനോട് ചേർത്ത് പറയാനുള്ളത്. ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ മരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ മനുഷ്യൻ ജീവനോടെയാണ് കല്ലറയിൽ കിടക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സമയത്തിന് ശേഷമാണ് മരിച്ചതെങ്കിൽ പോലീസ് ഉത്തരവാദിത്വം പറയേണ്ടി വരും. നമ്മൾ പലപ്പോഴും കലാമിറ്റീസ് നടക്കുമ്പോൾ, മറ്റേ ഭൂമി കുലുക്കമൊക്കെ നടക്കുമ്പോൾ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ജീവന്റെ തുടിപ്പ് കെട്ടിയിട്ടുള്ള ചരിത്രമുണ്ട്. ഇത്രയും കഴിവുള്ള മനുഷ്യൻ അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി മരിച്ചത് ഈ പോലീസിന്റെ ഇന്റർഫറൻസിന് ശേഷമാണെങ്കിൽ സ്റ്റേറ്റിന്റെ കൊലപാതകമായിട്ട് ഇത് മാറും, ഒരു സംശയവും.